കിലോമീറ്ററുകളോളം പ്രകമ്പനം കൊള്ളിച്ച ഒരു ശബ്ദം. ആകാശത്ത് വിസ്മയം തീർക്കേണ്ട മരുന്നുകൂട്ടുകൾ ഒരു നിമിഷം കൊണ്ട് മനുഷ്യ ശരീരങ്ങളെ ചാരമാക്കിയ കാഴ്ച. തൃശൂർ പൂരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുണ്ടത്തിക്കോട്ടുണ്ടായ ഉഗ്ര സ്ഫോടനം കേവലം ഒരു അപകടമല്ല. അത് നമ്മൾ മലയാളികൾ ആഘോഷത്തിന്റെ പേരിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു മരണക്കളിയുടെ ബാക്കിപത്രമാണ്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മരണം മുന്നിൽ കണ്ട വിൽസൺ എന്ന തൊഴിലാളിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആർക്കും ഒന്ന് നടുങ്ങും. തൊട്ടടുത്ത് തീ പോലെ എന്തോ വന്നടിച്ചു, ശതിച്ചുവെന്ന് മനസ്സിലായി. പിന്നെ ജീവനും കൊണ്ട് ഒരു ഓട്ടമായിരുന്നു എന്ന് വിൽസൺ പറയുമ്പോൾ ആ ഓട്ടത്തിനിടയിൽ വിൽസന് നഷ്ടമായത് തന്റെ സഹപ്രവർത്തകരെയാണ്. എത്രയോ പേർ തൽക്ഷണം വെണ്ണീറായി. 8 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ മരണത്തോട് മല്ലിടുന്നു എന്നൊരു വാർത്തയാണ് അവസാനമായി ലഭിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ മുണ്ടത്തിക്കോട്ട് സംഭവിച്ചത്? അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ഈ വെടിപ്പുരകൾ എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് അഗ്നിപർവ്വതങ്ങളായി മാറുന്നത്? തൃശൂർ പൂരത്തിന്റെ ആവേശം തലക്കി പിടിച്ചവർ കാണാതെ പോകുന്ന ചില ഭീകര സത്യങ്ങളുണ്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി ആചാരങ്ങളുടെ പേരിൽ നമ്മൾ എത്ര ജീവനുകൾ കൂടി ബലി കൊടുക്കും? പുറ്റിങ്ങൽ മുതൽ മുണ്ടത്തിക്കോട് വരെ നീളുന്ന ഈ ചോരക്കറ പുരണ്ട ചരിത്രത്തിലൂടെയുള്ളൊരു യാത്രയാണിത്. ആരും പറയാത്ത വെടിക്കെട്ട് പുരകളിലെ രഹസ്യങ്ങളും അവിടെ പതിയിരിക്കുന്ന അപകടങ്ങളും മാറ്റത്തെ ഭയക്കുന്ന നമ്മുടെ സമൂഹവും ഇതെല്ലാം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യണം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണം. കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും സുരക്ഷയെ കുറിച്ച് കൂടിയുള്ളതാണ്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് ഒരുക്കുന്ന ചുമതലയായിരുന്നു മുണ്ടത്തിക്കോട് സതീശന്റേത്. അച്ഛന്റെ മരണശേഷം ഈ അപകടകരമായി തൊഴിൽ ഏറ്റെടുത്ത സതീശൻ ഉത്രാളിക്കാവിലും കുറ്റിയങ്കാവിലും വെടിക്കെട്ട് നടത്തി കൈവഴക്കം വന്ന ആളാണ്. പക്ഷേ ആ പരിചയ സമ്പത്തൊന്നും ആ ഉഗ്രസ്ഫോടനത്തിന് മുന്നിൽ തുണയായില്ല. സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടി അമിട്ടുകളും ഗുണ്ടുകളും തയ്യാറാക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത്. മുണ്ടത്തിക്കോട്ടുള്ള ആ വെടിപ്പുര ഇന്ന് നിലവിലില്ല. ആകെ തകർന്ന തരിപ്പണമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കരിഞ്ഞ മരങ്ങളും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. സ്ഫോടനത്തിന്റെ ആഘാതം എത്രത്തോളമായിരുന്നു എന്ന് വെച്ചാൽ സമീപത്തെ വീടുകളുടെ ജനൽ ചില്ലുകൾ തകരുകയും ഭിത്തികളിൽ വിള്ളൽ വീഴുകയും ചെയ്തു. സ്ഫോടനം നടന്ന ഉടനെ രക്ഷാപ്രവർത്തനം പോലും അസാധ്യമായിരുന്നു. കാരണം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന കരിമരുന്നുകൾ ഓരോന്നായി ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി 6ഓളം വെടിപ്പുരകളാണ് സതീശൻ മുണ്ടത്തിക്കോട്ട് ഒരുക്കിയിരുന്നത്. ഇതിൽ ഒന്നിലാണ് അപകടം നടന്നത്. ഭാഗ്യം കൊണ്ടാണ് മറ്റു പുരകളിലേക്ക് തീ പടരാതിരുന്നത്. അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ മുണ്ടത്തിക്കോട് എന്ന ഗ്രാമം തന്നെ ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായേനെ. മരിച്ചവരുടെ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഹോസ്പിറ്റൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പൊള്ളലേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. കേരളത്തിലെ വെടിക്കെട്ട് പുരകളെ മരണത്തിന്റെ വെയിറ്റിംഗ് റൂമുകൾ എന്ന് വിളിച്ചാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. എന്താണ് ഈ ഉഗ്രസ്ഫോടനങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രം? കരിമരുന്ന് കൂട്ടുകൾ അതീവ സെൻസിറ്റീവ് ആണ്. അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില കൊണ്ട് മാത്രം ഇവ പൊട്ടിത്തെറിക്കാറില്ല. മറിച്ച് ഇതിന് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഘർഷണം. കരിമരുന്ന് പാത്രങ്ങളിൽ നിറയ്ക്കുമ്പോഴോ മരുന്നുകൾ തമ്മിൽ കലർത്തുമ്പോഴോ ഉണ്ടാകുന്ന ഒരു ചെറിയ ഘർഷണം മതി തീപ്പൊരി ഉണ്ടാകാൻ. കരിമരുന്നിലെ സൾഫറും പൊട്ടാസ്യം നൈട്രേറ്റും ഘർഷണത്തിനോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവയാണ്. നമ്മുടെ കൈകളിലോ വസ്ത്രങ്ങളിലോ ഉള്ള ചെറിയ വൈദ്യുതി പോലും സ്ഫോടനത്തിന് കാരണമാകാറുണ്ട്. വെടിക്കെട്ട് പുരകളിൽ ജോലി ചെയ്യുന്നവർ കൃത്രിമ നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. അശ്രദ്ധമായ കൈകാര്യം ചെയ്യലാണ് മറ്റൊരു കാര്യം. മരുന്നുകൾ നിറച്ച വെടിക്കൊപ്പുകൾ താഴെ വീഴുകയോ ഒന്നിലൊന്ന് ഇടിക്കുകയോ ചെയ്താൽ പോലും അത് വലിയൊരു ചങ്ങല പ്രതിപ്രവർത്തനത്തിന്, അതായത് ചെയിൻ റിയാക്ഷന് കാരണമായിരിക്കും. മുണ്ടത്തിക്കോട്ടും നിർമ്മാണ പ്രക്രിയയ്ക്കിടെ ഉണ്ടായ ഇത്തരമൊരു ചെറിയ അശ്രദ്ധയാകാം വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ഇന്ത്യയിൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് എക്സ്പ്ലോസീവ്സ് ആക്ട് ഇങ്ങനെയൊരു കർശനമായ നിയമമുണ്ട്. പക്ഷെ കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ ഈ നിയമം എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. മുണ്ടത്തിക്കോട് ദുരന്തം പരിശോധിച്ചാൽ തന്നെ നിയമലംഘനങ്ങളുടെ നീണ്ട നിര കാണാം. ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകളൊക്കെ ഒരു അഭിമാനമായി കാണുന്ന ഒരുപാടേറെ ആളുകളുണ്ട്. അതിനോടൊക്കെ നമുക്ക് വളരെ സഹതാപമാണ് തോന്നുന്നത്. വെടിപ്പുരകൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞത് 250 മീറ്റർ അകലെയായിരിക്കണം. എന്നാൽ പലപ്പോഴും ലൈസൻസ് ലഭിക്കാൻ വേണ്ടി രേഖകളിൽ മാത്രം ഈ ദൂരം കാണിക്കുകയും പിന്നീട് ഗ്രാമമധ്യത്തിൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ലൈസൻസിന് അനുവദിച്ചിട്ടുള്ള അളവിലും 10 ഇരട്ടി മരുന്നാണ് പലപ്പോഴും പൂരത്തിന് വേണ്ടി സംഭരിക്കാറുള്ളത്. തൃശൂർ പൂരം പോലെ ഒരു മത്സര വെടിക്കെട്ട് നടക്കുമ്പോൾ എതിരാളിയെ ഞെട്ടിക്കാൻ രഹസ്യമായി വൻ
വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാറുണ്ട്. പൊട്ടാസ്യം ക്ലോറേറ്റ് പോലെയുള്ള മാരകമായ രാസവസ്തുക്കൾ വെടിക്കെട്ടിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിരോധിച്ചതാണ്. എന്നാൽ കൂടുതൽ ശബ്ദവും പ്രകാശവും കിട്ടാൻ വേണ്ടി ഇതിന്നും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വെടിപ്പുരകളിലെ വയറിംഗ്, ലൈറ്റ്നിങ്, കണ്ടക്ടറുകൾ എന്നിവയെല്ലാം കൃത്യമായി പരിശോധിക്കാറുമില്ല. തൊഴിലാളികൾക്ക് കൃത്യമായി പരിശീലനമോ ഇൻഷുറൻസോ ലഭിക്കാറുമില്ല. കേരളം കണ്ട ഏറ്റവും ഭീകരമായ വെടിക്കെട്ട് ദുരന്തമായിരുന്നു 2016 കൊല്ലം പുറ്റിങ്ങൽ ദുരന്തം. 114 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് ജസ്റ്റിസ് PS ഗോപിനാഥൻ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോഴും ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ചില ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിട്ടും രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അവിടെ മത്സരം നടത്തി. പോലീസിന്റെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് കമ്മീഷൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശുപാർശകളിൽ എത്രത്തോളം നടപ്പിലായി? ഇന്നും തൃശ്ശൂരിലും മറ്റും മത്സര വെടിക്കെട്ടുകൾ തകൃതിയായി നടക്കുന്നുണ്ട്. അപകടം നടക്കുമ്പോൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യും, പിന്നെ അടുത്ത പൂരത്തിനായി കാത്തിരിക്കും. ഈ ഇരട്ടത്താപ്പ് മാറേണ്ടതാണ്. നമ്മൾ പൂരപ്രേമികളാണ്, ഉത്സവങ്ങൾ നമുക്ക് ആവേശവുമാണ്. പക്ഷെ ആ ആവേശത്തിന് മനുഷ്യ രക്തത്തിന്റെ മണം ഉണ്ടാകാൻ പാടില്ല. വെടിക്കെട്ട് കാണാൻ തടിച്ചുകൂടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പൊട്ടിത്തെറിക്കുന്നത് വെറും വെടിക്കെട്ടല്ല, മറിച്ച് നിയന്ത്രണം വിട്ടാൽ നിങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ ശേഷിയുള്ള ബോംബുകളാണ്. ഭാരവാഹികളുടെ വാശിയും പൂരപ്രേമികളുടെ ആർപ്പുവിളിയും പലപ്പോഴും ലൈസൻസുകളെ സമ്മർദ്ദത്തിലാക്കുന്നു. പുതുമകൾ കൊണ്ടുവരണം, ശബ്ദവും കൂടണം. ഈ ഒരു ഡിമാൻഡ് നിറവേറ്റാൻ വേണ്ടി ഈ തൊഴിലാളികൾ മാരകമായ റിസ്കുകളാണ് എടുക്കുന്നത്, സ്വന്തം ജീവനും പണയം വെച്ച്. മുണ്ടത്തിക്കോട്ടെ സതീശൻ തന്റെ അച്ഛന്റെ പാത പിന്തുടർന്ന ആളാണ്. പക്ഷെ ആ പാരമ്പര്യം അവസാനിച്ചത് കണ്ണീരിലും. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, പക്ഷെ അത് മനുഷ്യജീവൻ ബലി കൊടുത്തുകൊണ്ടാകരുത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അതൊരു കുടുംബത്തിന്റെ തകർച്ചയാണ്. ആ നഷ്ടം നികത്താൻ ഏത് പൂരത്തിനാണ് കഴിയുക? കാലം മാറി, വിദ്യകളും മാറി. ലോകത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ദുബായിലും ചൈനയിലും യൂറോപ്പിലും ഇന്ന് കരിമരുന്ന് പ്രയോഗം കുറഞ്ഞു വരികയാണ്. പകരം അവിടെ തരംഗമാകുന്നത് ഡിജിറ്റൽ ഷോകളാണ്. ലേസർ വെടിക്കെട്ട്, ശബ്ദമലിനീകരണമില്ല, സ്ഫോടനമില്ല. ലേസർ രശ്മികൾ ഉപയോഗിച്ച് ആകാശത്ത് വെടിക്കെട്ടിന് സമാനമായി ദൃശ്യവിസ്മയം തീർക്കാം. ചിലവ് സാധാരണ വെടിക്കെട്ടിന്റെ പകുതി മാത്രം മതി. പിന്നെ ഡ്രോൺ ഷോകൾ, LED ലൈറ്റുകൾ ഘടിപ്പിച്ച ആയിരക്കണക്കിന് ഡ്രോണുകൾ ആകാശത്തെ രൂപങ്ങളും ആനിമേഷനും സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കാണാൻ മനോഹരമാണ്, ഒപ്പം 100% സുരക്ഷിതവുമാണ്. പിന്നെ ആരോഗ്യവും പരിസ്ഥിതിയും. സാധാരണ വെടിക്കെട്ട് മൂലം അന്തരീക്ഷത്തിൽ കലരുന്ന സൾഫർ ഡയോക്സൈഡും മറ്റ് വിഷവാതകങ്ങളും ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. ലേസർ, ഡ്രോൺ ഷോകൾ പരിസ്ഥിതി സൗഹൃദമാണ്. പൂരങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ നമുക്കും സ്വീകരിച്ചൂടെ? ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ ലേസർ ഷോ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ആണ് കൂടുന്നത്. അപ്പോ ആവേശം കുറയുന്നുണ്ടോ? ഇല്ല. സുരക്ഷയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വഴി ചിന്തിച്ചേ മതിയാകൂ. മുണ്ടത്തിക്കോട് ദുരന്തം നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഇനി ഒരിക്കലും ഇത് സംഭവിക്കില്ല എന്ന് ഉറപ്പു നൽകാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന്. ഒറ്റവാക്കിൽ ഉത്തരം പറയാം, ഇല്ല. വെടിപ്പുരകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ മുതൽ പൂര കമ്മിറ്റി ഭാരവാഹികൾ വരെ ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ ഭരണകൂടം ഗോപിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പൊടിതട്ടിയെടുത്ത് അതിലെ ശുപാർശകളൊക്കെ നടപ്പിലാക്കണം. കരിമരുന്നിന് പകരം ഡിജിറ്റൽ ബദലുകളെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. തൃശ്ശൂർ പൂരത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. മുണ്ടത്തിക്കോട്ടെ ആ സ്ഫോടന ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. അത് നമുക്കുള്ള ഒരു അപായ സൂചന കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.